ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിലെ 4-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വായിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റേതാണ്. സത്യത്തിൽ 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. ഒരു വലിയ ഭാഗമാണ്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ധ്യാനിക്കാനുമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ ചെറിയൊരു ആക്ട് മാത്രം എടുത്ത് നമുക്ക് ഇന്നത്തെ വചനത്തിന് വേണ്ടി ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സുഖപ്പെടുത്തുകയാണ്. അവൻ്റെ കണ്ണുകളിലേക്ക് ചെളി ഉണ്ടാക്കി പുരട്ടിയിട്ട് സീലോഹ എന്ന നദിയിൽ പോയി കഴുകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ ചെന്ന് സീലോഹായിൽ കഴുകുകയും സുഖപ്പെടുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇവരുള്ളവരെ യേശു ഇങ്ങനെ ചെയ്തതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. കാരണം പലപ്പോഴും യേശു തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ അന്ധനായ മനുഷ്യനോട് സീലോഹായിൽ ചെന്നിട്ട് കഴുകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അന്ധനായൊരു മനുഷ്യനല്ലേ, എങ്ങനെ അതുവഴി നടന്നു പോകും? സീലോഹ അടുത്താണോ ദൂരെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതുവരെ നടന്നു പോകണമല്ലോ ഈ അന്ധനായ മനുഷ്യൻ. അത്തരം ഒരു പരിഗണന യേശുവിന് കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഞാനിത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ യേശുവിന് നമ്മളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളോടി ഇടപെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടെ നമ്മൾ ചെയ്താലേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കൂ എന്ന് യേശുവിന് പറയണമായിരുന്നു എന്നെനിക്ക് തോന്നുകയാണ്. ഒരു കഥ ഓർക്കുന്നു. മുല്ല നസ്രുദ്ദീൻ്റെ കഥകളാണ്, നമുക്കൊക്കെ സുപരിചിതമായ കഥകളിലൊന്നാണ്. മുല്ല നസ്രുദ്ദീനും കൂട്ടുകാരും കൂടെ പതിവ് പോലെ പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അന്നേ ദിവസം മുല്ല നസ്രുദ്ദീൻ തൻ്റെ പുതിയ സൈക്കിളുമായിട്ടാണ് വരുന്നത്. കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കണം, നല്ല പുത്തൻ സൈക്കിളാണ്, ഞാൻ മേടിച്ചു എന്നൊക്കെ കാണിക്കണം. അപ്പോൾ നസ്രുദ്ദീൻ ഇങ്ങനെ സൈക്കിളിലാണ് വന്നിറങ്ങുന്നത്. സൈക്കിൾ തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കാണിച്ചു. എന്നിട്ട് സൈക്കിൾ ഭദ്രമായിട്ട് പുറത്ത് വെച്ചിട്ട് ഈ മനുഷ്യൻ ഉള്ളിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ മുല്ല ഞെട്ടിപ്പോവാണ്. കാരണം താൻ വച്ചിരുന്ന സ്ഥലത്ത് സൈക്കിൾ കാണാനില്ല. എല്ലായിടവും തപ്പി, ഇനിയിപ്പോൾ മാറി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ, ഓർക്കാതെ എവിടെയെങ്കിലും വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ കടന്ന് അന്വേഷിക്കുകയാണ്. ഒരിടവും കിട്ടിയില്ല. ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇവിടെ എങ്ങാനും ഒരു സൈക്കിൾ കണ്ടായിരുന്നോ? ആരും അത് കണ്ടതുമില്ല. ലാസ്റ്റ് വിഷമമായി. പുതിയ സൈക്കിളാണ്. അതിലുപരി ദേഷ്യമായി. ചാടി പള്ളിക്കുള്ളിലേക്ക് കയറിയിട്ട് പടച്ചോനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പടച്ചോനെ, എന്ത് പണിയാണ് ഈ കാണിച്ചേ? എൻ്റെ സൈക്കിള് പോലും സംരക്ഷിക്കാനാകാത്ത നിനക്ക് എൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെ കേൾക്കാനാകും? എന്നെ എങ്ങനെ സംരക്ഷിക്കും? ഇങ്ങനെ വല്ലാണ്ട് ദേഷ്യത്തിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നോക്കിയിട്ട് ഈ മുല്ല നസ്രുദ്ദീൻ അലമുറയുടെയാണ്. അപ്പോൾ ഒരു പതിഞ്ഞ സ്വരത്തിൽ സ്നേഹത്തോടെ പടച്ചോൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് മുല്ലയോട് പറയുന്നുണ്ട്, മുല്ല ദേഷ്യപ്പെടല്ലേ, സൈക്കിള് മേടിച്ച് നിനക്ക് അത് പൂട്ടി വെക്കാനായിട്ട് ഒരു താക്കോലൂടെ മേടിക്കാനുള്ള ഒരു ബുദ്ധി നിനക്ക് തന്നിട്ടുണ്ട്, അത് നീ ഉപയോഗിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കഥ അവസാനിക്കുകയാണ്. സ്നേഹം പറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് താലന്തുകൾ ദൈവം നൽകിയിട്ടുണ്ട്, കഴിവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അന്ധയാചകൻ യേശുവിൻ്റെ അവിടത്ത് നിന്ന് സീലോഹായിലേക്ക് നടന്ന് ആ മുഖം കഴുകുന്ന ആ ഒരു ആക്ഷൻ, അത് ആ മനുഷ്യനെടുക്കുന്ന എഫേർട്ടാണ്. ദൈവം അപ്പോഴാണ് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച കഴിവുകളും അനുഗ്രഹങ്ങളും ഉപയോഗിച്ച് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ തരും എന്നുള്ളതാണ്. വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഒരു ചുവട് നിങ്ങൾ തമ്പുരാൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ബാക്കി 9 ചുവടുകൾ യേശു ദൈവം വെക്കുന്നു എന്നുള്ളതാണ്. ഒരു ചുവട് നമ്മുടേതാകണം. നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാകണം. അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആകാശത്തിൽ നിന്ന് പൊട്ടി വീഴും എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം കൂടി അതിലുണ്ടാകണം. പരീക്ഷയ്ക്ക് ജയിക്കാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവാൻ, അനുഗ്രഹങ്ങളുണ്ടാകാൻ ഈ അന്ധയാചകൻ പാടുപെട്ട് നടന്ന് സീലോഹായിലെത്തിയതുപോലെ നമ്മളും കുറച്ചധികം അധ്വാനിക്കാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം പ്രാർത്ഥനയും ദൈവവിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ എന്ന് മുതൽക്കൂട്ടായിട്ട് കൂടെ ഉണ്ടാകട്ടെ. നല്ലൊരു നോമ്പുകാലം ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.